ഹായ് ഗായ്സ്, നമ്മൾ സാധാരണ പരിപ്പുവട കഴിക്കാറുണ്ട് അല്ലേ? എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മസാല പരിപ്പുവട ഉണ്ടാക്കിയാലോ? അതിനായി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 2 ഇഞ്ച് വലിപ്പത്തിൽ 3 പട്ട, 2 ഉണക്കമുളക്, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു പിടി തൊലി കളയാത്ത വെളുത്തുള്ളി, 3 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, 5 പച്ചമുളക്, എരിവിനനുസരിച്ച് ഇത് കൂടുകയോ കുറയുകയോ ആവാം കേട്ടോ. ഇതെല്ലാം ഒന്ന് പൾസ് ചെയ്ത് അരച്ചെടുക്കണം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ചതഞ്ഞു കിട്ടുകയാകാവേ. ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതേ ജാറിൽ 2 മണിക്കൂർ നേരം കുതിർത്ത ഒരു പിടി നിലക്കടലയും നേരത്തെ തന്നെ കുതിർത്ത് വാരി വെച്ചിരിക്കുന്ന 2 കപ്പ് കടലപ്പരിപ്പുമിട്ട് പൾസ് മോഡിൽ അരച്ചെടുക്കണം. നമ്മൾ സാധാരണ പരിപ്പ് വടയ്ക്ക് മട്ടർ ദാലാണ് ഉപയോഗിക്കുന്നത്. പരിപ്പ് വടയ്ക്ക് ഉപയോഗിക്കാനായിട്ട് പ്രത്യേക ഒരു പരിപ്പ് കിട്ടുമല്ലോ, അത്. പക്ഷേ ഇതിന് കടലപ്പരിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുതേ. നമ്മുടെ പരിപ്പ് വടയ്ക്ക് അരയ്ക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പരിപ്പ് കാണാൻ കിട്ടണം. ഇനി അരച്ച മാവിലേക്ക് 1/4 കപ്പ് അരിഞ്ഞ മല്ലിയിലയും 1/4 കപ്പ് അരിഞ്ഞ പുതിനയിലയും 5 6 തണ്ട് കറിവേപ്പില അരിഞ്ഞതും അതിനോടൊപ്പം തന്നെ 1/2 മുതൽ 3/4 കപ്പ് വരെ ദിൽ ലീവ്സ്, ശതകുപ്പച്ചീര എന്ന് പറയും. നമ്മളുടെ കേരളത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ കിട്ടില്ലെങ്കിലും കേരളം വിട്ടാൽ ഇത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചീരയാണ്. ഇത് വളരെയധികം മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു ചീരയാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ചീര കണ്ടിട്ടുണ്ടോ? അയ്യോ, പറഞ്ഞു മസാല വടയുടെ കാര്യം വിട്ടേ പോയി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടൊന്ന് ഇളക്കി അതിനോടൊപ്പം തന്നെ കുരുകുരേ അരിഞ്ഞ 2 സവാള കൂടിയിട്ട് നന്നായി മിക്സ് അരച്ചെടുത്താ പോരല്ലോ, നമുക്കിതന്നെ വറുത്തെടുക്കണ്ടേ. അതിനായി ആവശ്യത്തിനുള്ള എണ്ണയെടുത്ത് ഒന്ന് ചൂടാക്കാം. തിളച്ച എണ്ണയിലേക്ക് ഈ വടകൾ ഇടരുത്. എണ്ണ നന്നായി ചൂടാകണം, എന്നാൽ തിളച്ചു പോകരുത്. തിളച്ച എണ്ണയിലേക്ക് മസാല വടകൾ ഇട്ടാൽ പുറം കരിഞ്ഞു പോകും, എന്നാൽ അകം വേവില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം മസാല വടകൾ ചുട്ടെടുക്കാൻ. വടകൾ എണ്ണയിലേക്ക് ഇട്ട ഉടൻ തന്നെ തിരിച്ചിടരുത്. തിരിച്ചിട്ടാൽ അത് പൊടിഞ്ഞു പോകും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ശതകുപ്പച്ചീര കിട്ടിയില്ലെങ്കിൽ മല്ലിയിലയുടെയും പുതിനയിലയുടെയും അളവ് കുറച്ച് കൂട്ടിയാൽ മതി. അതല്ല, നിങ്ങൾക്ക് ഈ വടയുടെ ടേസ്റ്റ് അറിയണമെന്നാണെങ്കിൽ കുറച്ച് പെരിഞ്ജീരകം എടുത്തൊന്ന് മുളപ്പിച്ചിട്ട് ആ ചീരയില ഒന്ന് ഇട്ട് നോക്കൂ. ഏകദേശം ഈ ഒരു വടയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി മൂത്ത ശേഷം ഈ വടകൾ കോരിയെടുക്കാം. ദാ കണ്ടില്ലേ, ചൂട് മസാല വട റെഡി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബായ്.